ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഷോ ഫോമിലാണ്. കാരണം ഇന്ന് നമുക്ക് പ്രൊജക്റ്റിൻ്റെ വൈവയാണ്. സോ ഇന്നത്തോടെയാണ് എല്ലാം കഴിയുന്നത് ആക്ച്വലി. കാരണം സത്യം പറഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പ്രൊജക്റ്റിൻ്റെ വൈവ വന്നത്. പക്ഷെ എല്ലാവരും പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉമ്മ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഉമ്മ നാളെ പോവുള്ളൂ, കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, സോ വൈവ എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫാക്കൽറ്റീസ് വരും. നമ്മൾ ചെയ്ത പ്രൊജക്റ്റിനോട് അനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ നല്ല രീതിക്ക് ആൻസർ ചെയ്യുക, ആ സംഭവമാണ്. പക്ഷേ മെയിൻ സബ്ബായതുകൊണ്ട് തന്നെ പ്രൊജക്റ്റിന് അത്യാവശ്യം മാർക്കുണ്ട്. സോ എന്തായാലും ടെൻഷനായിരിക്കും, കാരണം ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതേപോലെ കിട്ടണമല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും കാണാം. ശരി ഗൈസ്, ഇവിടെയൊക്കെ നല്ല തണുപ്പായിട്ടുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഫുൾ യൂണിഫോം സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ ഈ കോട്ട് നല്ല രസമൊക്കെയാണ് കാണാൻ, പക്ഷേ എന്തോ ഒരു ഡിസ്കംഫർട്ടാണ്. മറ്റേ കോട്ടില്ലെങ്കിൽ ഓക്കെയാണ്, ഇത് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. പിന്നെ ലാസ്റ്റ് ഡേ അല്ലേ, ഇന്നോടല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ന് മസ്റ്റാണ്, ഫുൾ യൂണിഫോം മസ്റ്റാണ്. സോ നമ്മൾ ഇട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ നല്ല രീതിക്ക് കേൾക്കും. അതുകൊണ്ട് ടാഗ് ടൈ എല്ലാം ഉണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ ബാംഗ്ലൂരൊന്നും വിട്ട് പോകുന്നില്ല. അങ്ങനെയൊക്കെ സി ഗൈസ്, വിജനമായ കോശിഷ്, ആരുമില്ല. ഇപ്പം സമയം 7:40, നേരത്തെ എത്തി. പക്ഷേ നമ്മളെപ്പോഴും കുറച്ച് അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വണ്ടി എടുത്ത് പോകുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇപ്പം നമ്മളോടൊരു 7:30ക്കാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാനവിടെ ഒരു 7:15 അല്ലെങ്കിൽ 7 മണിക്ക് എത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടിക്കാണ് പോയിച്ചാൽ നമ്മൾ ടെൻഷനായിട്ട് വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. സോ അത് ഭയങ്കര വേറെ കാര്യങ്ങൾക്കൊക്കെ ലീഡ് ചെയ്യും, ലൈക്ക് ആക്സിഡൻറ്റ്സോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ അപ്പം സമാധാനമായിട്ട് കൂളായിട്ട് കുറച്ച് നേരത്തെ നീക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. ഇനി എന്താ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിക്കുന്നവരോട് എൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഞാൻ എന്താ എപ്പോഴാണ് തീരുമാനിക്കാമെന്ന് പറയാൻ പറ്റില്ല. പ്ലാൻ ചെയ്യുന്നു, ലൈക്ക് മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എനിക്ക് മുന്നിൽ ഏതാണോ ബെസ്റ്റ് ആ സാധനം ഞാൻ ചൂസ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഇവിടെ മാങ്ങാമരമൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടുന്ന് ഇതുവരെ ഈ മാവിന്ന് നമുക്ക് മാങ്ങ തിന്നാൻ പറ്റിയിട്ടില്ല. BHMൻ്റെ ബിൽഡിങ്ങൊക്കെ സെറ്റായി വരുന്നുണ്ട്, കാണിച്ചു തരാം. ഏകദേശം ഫില്ലായി കഴിഞ്ഞു. ഇനി മറ്റേ തേപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് ഗൈസ്, കൈയൊക്കെ നോക്ക്, നല്ല തണുപ്പുണ്ട്. ഇതുകൂടെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇനി ഇവിടെ ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ കൊത്തന്നൂർ ഉണ്ടായിരിക്കും, ബാംഗ്ലൂർ തന്നെ ഉണ്ടാവും. സോ ഇതിനെപ്പറ്റിയൊന്നും ടെൻസ്ഡ് ആവേണ്ട. അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാ ഹെൽപ്പിനും നമ്മളുണ്ടാവും. സോ പോയിട്ട് വരാം ഗൈസ്, പഠിക്കട്ടെ പോയിട്ട്. സി ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കോളേജിൽ നിന്ന് സാറ്റർഡേ ഉണ്ട്, ആർക്കും ക്ലാസ് ഒന്നുമില്ല കേട്ടോ. സി ഈ വർഷത്തെ റാങ്ക് ഹോൾഡേഴ്സാണ് ഈ നിൽക്കുന്നത്, കാണിച്ചു തരാം. സുരഭി, നന്ദിനി ഫസ്റ്റ് റാങ്ക് ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ അക്കാദമിക് അത്രയും അടിപൊളിയൊക്കെ ആയതുകൊണ്ടല്ലേ അല്ലേ ഗൈസ് നമ്മുടെ CRM മട്ടത്. അമ്മേ അവിടെ ലൈറ്റൊന്നുമില്ല, ആരും എണീറ്റില്ല ഒന്നും. അയ്യോ, അമ്മേനെ കണ്ട് ഞാൻ പേടിച്ച്, ഒരു അമ്മ അവിടെ ഞാൻ പേടിച്ചു പോയി. 3rd ഫ്ലോറിൽ നമ്മളെത്തണം. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇവിടെയാണ് ലാബ് വരുന്നത്. ഇവിടെ 2nd ഫ്ലോറിൽ ലേഡീസ് ബാത്റൂം ഉണ്ട്, 4th ഫ്ലോറിലുണ്ട്, താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. അങ്ങനെയാണ് ബാത്റൂം വരുന്നത്.
എന്നാലും ബാത്റൂമിലേക്ക് പോയി നോക്കാം. ഗൈസ് ആരും എത്തിയിട്ടില്ല, കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും അവിടെ പോയിരുന്ന് പഠിക്കാം. നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും, കാരണം മെയിൻ ആയതുകൊണ്ടേ. സോ നമുക്ക് പഠിക്കണം, മോളും പഠിക്കട്ടെ കേട്ടോ. കേട്ടാ ഗൈസ് നല്ലതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു എൻ്റെ ഇത്. സോ ഹാപ്പി. അപ്പോൾ ഗൈസ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതെല്ലാവരും വരുന്നുണ്ട്, നമ്മളും പോവുകയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.